സൂപ്പർ ഡിസിഷൻ. ഇപ്പോഴാണ് അമ്മ എന്റെ അമ്മയായത്. 40-40 വർഷം മുൻപ് നിന്നെ പ്രസവിച്ചെങ്കിലും മീരാമ്മ നിന്റെ അമ്മയായത് ഇവിടെ ഞാൻ വന്നതിന് ശേഷം. ഓ, എങ്ങനെ? ആ 40-40 വർഷം മുമ്പ് എന്നെ പ്രസവിച്ചെന്നോ? അതെ, നിന്റെ പ്രായം വെച്ച് എന്റെ പ്രായം കണക്കാക്കല്ലേ. ഐ ആം സ്റ്റിൽ ബിലോ 30. ഇനിയും 30കളുടെ പടിവാതിലിൽ എത്തിയിട്ടില്ലാത്ത ചുറുചുറുക്കുള്ള ഒരു യുവാവാണ് ഞാൻ. ചൊറി പിടിച്ച യുവാവോ? ചൊറി നിന്റെ എടി ചുറുചുറുക്ക്, ഐ മീൻ സ്മാർട്ട്നെസ്. അതാണ് നിഖിൽ ഉണ്ണിത്താൻ. കണ്ട പെമ്പിള്ളാരുടെ പിന്നാലെ വായി നോക്കി നടന്നിരുന്ന നിനക്ക് ഈ സ്മാർട്ട്നെസ് എന്നാ തുടങ്ങിയത്? എന്നെ പരിചയപ്പെട്ടതിന് ശേഷം. വന്ന വഴി മറക്കല്ലേ ഉണ്ണിത്താനെ. എടി, എന്നെ ട്യൂൺ ചെയ്ത് സ്വന്തമാക്കി എന്റെ കഥയൊന്നും പറയിപ്പിക്കല്ലേ. എന്നാ പറ. കോളേജിന്റെ മുമ്പില് രാവിലെ മുതല് നീ എന്നെയും കാത്ത് വായും തുറന്ന് നിന്ന കഥ എനിക്കും പറയാനുണ്ട്. എന്നാ പിന്നെ ആ കഥയൊക്കെ നമുക്ക് ആലപ്പുഴ മങ്കൊമ്പിൽ തറവാട്ടി ചെന്നിട്ട് വിശദമായിട്ട് പറയാം. ഒരു ദിവസം മുഴുവൻ നമ്മൾ ഹൗസ് ബോട്ടിലെ കായലിലായിരിക്കും. അതിപ്പോഴേ പറയുന്നു, പിന്നെ മാറരുത്. അല്ല, നിന്റെ പപ്പൂസിനോട് പറഞ്ഞോ മങ്കൊമ്പിൽ പോകുന്ന കാര്യം? മെസ്സേജ് ഇടാൻ പോവാ. പപ്പൂസ് വിളിക്കും, അപ്പൊ പറയും. പിന്നൊരു കാര്യം, പ്രസവത്തിന് വേണ്ടി ചെമ്പകശ്ശേരി പോകുന്ന കാര്യമൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. സമയാവട്ടെ. 7ാം മാസത്തിലെ ആ ചടങ്ങ്. അതെ, നിന്റെ വയറ്റിനുള്ളിൽ കുഞ്ഞ് അനങ്ങാൻ തുടങ്ങിയോ? അതിനൊന്നും സമയമായിട്ടില്ലടാ. പിന്നെ നിന്റെ അല്ലേ സന്തതി, അനക്കം കുറച്ച് കൂടുതലായിരിക്കും. ആണോ? കുറെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷമായിരുന്നു ഞങ്ങളുടെ വിവാഹം. കല്യാണം നടക്കുമോ എന്നൊരു സംശയം വരെ ഉണ്ടായി. പക്ഷേ ഒടുവിലെല്ലാം ഭംഗിയായി നടന്നു. ഒരു സിനിമാ താരം പങ്കെടുക്കുകയും ചെയ്തു. തുടർന്നങ്ങോട്ട് ജീവിതകാലം മുഴുവനും മീര എന്റോടൊപ്പം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പൊ എല്ലാ കണക്കൂട്ടലും തെറ്റിയല്ലോ. മുകുന്ദന്റെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷയല്ല. മീര തീരെ പ്രതീക്ഷയല്ല. എന്നാൽ അദ്ദേഹം മടങ്ങി വന്നു. ഇനി എന്റെ താലിക്ക് മീരയുടെ കഴുത്തിൽ സ്ഥാനമില്ലെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണമുണ്ട്. മീരയ്ക്ക് മേൽ ഒരു താലിയുടെ അവകാശം മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നാൽ മുകുന്ദന് മറ്റൊരു വലിയ അവകാശമുണ്ട്. നിഖിൽ, അവരുടെ മകൻ. ആ വലിയ സത്യത്തിനു മുമ്പിൽ എന്റെ അവകാശം എത്ര തുച്ഛമാണ്. ഹൃദയത്തിന്റെ ഒരു പങ്ക് അടർത്തി മാറ്റിയോടുള്ള വേദനയുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ്? അങ്ങനെ പൂർണ്ണമായി വിട്ടു പോകുന്നില്ല. കുറച്ചു ദിവസത്തേക്ക് തറവാട്ടി തങ്ങാൻ പോകുന്നു. അവിടെ മുത്തശ്ശന്റെ അനിയനുമായി ചില സ്വത്ത് വിഷയങ്ങളുണ്ട്. അതാണ് യാത്രയുടെ മെയിൻ ലക്ഷ്യം. ആ കൂട്ടത്തിൽ ഒരുമിച്ചൊരു ട്രിപ്പും. ഗുഡ്. എനിക്ക് ഓഫീസിൽ നിന്ന് ഒരുപാട് ദിവസം ലീവ് കിട്ടില്ല. അരവിന്ദ് സാറിനും രാജ്കിഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. പിന്നെ അമ്മയ്ക്കും നിളയ്ക്കും മുത്തശ്ശനും തറവാട്ടി കുറച്ചു ദിവസം നിൽക്കാൻ ആഗ്രഹമുണ്ട്. ഇറ്റ്സ് ഓക്കെ. നിഖിലും നിളയും ഉള്ളത് എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഞങ്ങൾ വരാം. ഇതുവരെ അമ്മയും മുത്തശ്ശനെയും ഞാനൊന്ന് കണ്ടില്ല. അല്ലേ സോന? ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ അങ്കിളിന് സെൻഡ് ചെയ്യാം. മുത്തശ്ശന്റെയും അമ്മയുടെയും ഫോട്ടോ പ്രത്യേകം അയച്ചുതരാം. അയക്കണം. ഷുവർ. ഓക്കെ. ഞാൻ പോയിട്ട് വരട്ടെ. ഭായി, നിങ്ങൾ പുറപ്പെടുകയല്ലേ? എല്ലാവരെയും കണ്ട് യാത്രയാക്കാൻ വന്നതാ.
അച്ഛനെയും വൈഫിനെയും ഇതുവരെ കണ്ടിട്ടില്ല. വിളിക്ക്, ഒന്ന് പരിചയപ്പെടട്ടെ. മീരെങ്ങാനും ഇറങ്ങി വരുമോ? വൈഫിനെ വിളിക്കുമായി. അതെ, അവരെല്ലാം താഴേക്ക് പോയി. പോയോ? ആ, റൂം ചെക്ക് ചെയ്തിട്ട് ഞാനും ഇറങ്ങാൻ നിൽക്കുക. ബാബുജി, ബാബുജി, ആ ഇവിടെ ഉണ്ടോ? എങ്ങനെ വന്നു? ലിഫ്റ്റിൽ. ഞാൻ ഭായിയുടെ ഫാമിലിയെ യാത്ര അയക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ അവരിറങ്ങിക്കഴിഞ്ഞു. താഴെ വെയിറ്റ് ചെയ്യേ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സോനു വന്നല്ലോ, ഞങ്ങളും താഴേക്ക് വരാം. ഇതൊന്ന് പിടിച്ചേ. നിഖിലാണല്ലോ. ആ, എടുക്ക. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ. എന്താടാ? അമ്മേ, പെട്ടെന്ന് മുകളിലോട്ട് വാ. എന്തു പറ്റി? നീളം ഒന്ന് വീണു. വീണോ? എവിടെ? ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. കാലൊന്ന് വഴുതി അവള് വീണുപോയി. പെട്ടെന്ന് വാ. അയ്യോ അയ്യോ നിള, അയ്യോ നിള, അയ്യോ നിള, നിള, കണ്ണു തുറക്കള. നിള, വീട്ടിൽ പ്രഗ്നന്റ് ആയ ഒരു കുട്ടിയുള്ളപ്പോ നിങ്ങൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? നിങ്ങൾക്കറിയത്തില്ലേ എപ്പോഴും നിളയുടെ മേലൊരു ശ്രദ്ധ വേണമെന്ന്? അശ്രദ്ധ കൊണ്ടല്ല ഡോക്ടർ. എന്ന് പറഞ്ഞിട്ട് എന്താ? ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ലേ? കഴിഞ്ഞ തവണ ചെക്കപ്പിന് വന്നപ്പോ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാണ്. ഇപ്പൊ പ്രോബ്ലം എന്താണ് ഡോക്ടർ? നിളയുടെ കണ്ടീഷൻ അത്ര നന്നല്ല. അയ്യോ, വീടിനുള്ളിലാണോ വീണത്? അതെ. വീഴ്ചയിൽ വയറെവിടെയോ തട്ടിയോന്ന് സംശയമുണ്ട്. ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ അപകടമാണ്. കുഴപ്പമെന്തെങ്കിലും ഉണ്ടാവോ? സ്കാനിംഗ് റിപ്പോർട്ട് വരാതെ ഒന്നും പറയാൻ കഴിയില്ല. പ്രതീക്ഷ കൈവിടണ്ട, നോക്കാം നമുക്ക്. പക്ഷേ എല്ലാം ഈശ്വരന്റെ കയ്യിലാ. എന്റെ മോക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു സുരക്ഷിതത്വം ഇല്ലേ? എന്റെ ചോദ്യം അതാണ്. എനിക്കതിന് ആൻസർ കിട്ടണം. കൈവെള്ളെ കൊണ്ട് നടന്നു വളർത്തിയ ഒറ്റ മോളാ. സാറിന്റെ കൊച്ചുമോന്റെ കയ്യിൽ അവളെ പിടിച്ചേൽപ്പിച്ചതേ നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടായിട്ടാ. രവിശങ്കറിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തെന്നോ? ഒന്നും ചെയ്തില്ല. അത് തന്നെ കാര്യം. അവൾക്ക് വേണ്ട കരുതൽ ആ വീട്ടിൽ കിട്ടിയില്ല. ആ ദേവർത്തൻ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്താങ്കിലും പ്രശ്നം? ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവേണ്ടത്? പ്രഗ്നന്റ് ആണ് നിന്റെ ഭാര്യ. അവളെയും കൊണ്ട് ഇപ്പോ മങ്കൊമ്പലേക്ക് ഒരു യാത്രയുടെ ആവശ്യമുണ്ടായിരുന്നു. അഥവാ പോകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ ഇവരൊക്കെ പോയാ പോരായിരുന്നോ? എന്റെ മോളെ വലിച്ചോണ്ട് പോണോ? യാത്രയിലല്ല നിലയ്ക്ക് അങ്ങനെ സംഭവിച്ചത്. പുറപ്പെടാൻ വേണ്ടിയുള്ള തിരക്കിനിടയിലാണ് അവള് വീണത്. അതെനിക്ക് മനസ്സിലായി. നിഖിലും ധൃതി കൂട്ടി കാണണം. അതൊന്നുമല്ല. എന്നല്ലേ നിങ്ങൾ പറയൂ? ഗർഭിണിയായതിൽ പിന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് എന്റെ മോൾ ആശുപത്രിയിലാവുന്നത്. മുമ്പ് വയറുവേദന വന്നു, ഇപ്പൊ വീണുപോലും. നിങ്ങളുടെ അശ്രദ്ധയാണ് കാരണം. അപ്പൊ തന്നെ അവളെ ഇവിടെ എത്തിച്ചു ഞങ്ങള്. ആ മഹാകാര്യമായി പോയി. ഒരു അപകടം വരാതിരിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ ആശുപത്രിയിൽ എത്തിക്കാനൊന്നുമല്ല. ഞാൻ എന്റെ മോളെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. ഡോക്ടറെ ഒന്ന് കാണട്ടെ. എന്തായി? നിഖില് ഫോൺ എടുത്തില്ല. ഞാൻ പിന്നെയും ചേച്ചിയെ വിളിച്ചു. എന്നിട്ട് എന്താണെന്ന് പറ. നിളയ്ക്ക് കുറച്ച് സീരിയസ് ആണെന്ന്. ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്ര. മൈ ഗോഡ്. തറവാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത് അവര്. അപ്പഴാ വല്ലാത്ത കഷ്ടായിപ്പോയി. നിഖിലിന്റെ കുഞ്ഞ് ഇതുവരെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. ചേച്ചി കരഞ്ഞോണ്ടാ സംസാരിച്ചത്. അവർക്ക് വേറെ റിലേറ്റീവ്സ് ഇല്ലേ? അധികം ആരുമില്ലെന്നാ തോന്നുന്നത്.
നിലയുടെ അച്ഛൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാത്തിനും മുൻകൈയെടുത്ത് ഓടി നടക്കേണ്ട ആളല്ലേ ഇവിടെ ഇരുന്ന് ഈ വീർപ്പ് മുട്ടുന്നത്. അങ്കിളുടെ കയ്യിൽ പേനയുണ്ടോ? എന്തിനാ പേന? ഓപ്പറേഷൻ ചെയ്യുന്നതിന് സമ്മതപത്രത്തിൽ ഒപ്പിടണം. നിലയ്ക്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ആരോട് ആലോചിച്ചിട്ട് തീരുമാനിച്ചു? അവളെ വളർത്തി വലുതാക്കിയ അച്ഛനായ ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ മോളുടെ കാര്യം ആരാ തീരുമാനിച്ചത് എനിക്ക് അറിയണം. ഡോക്ടർ പറഞ്ഞ നമ്മൾ കേൾക്കണ്ടേ രവിശങ്കർ? ഡോക്ടർമാർ പറയുന്നതല്ല നമ്മൾ കേൾക്കണമെന്നില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയന് നമുക്ക് അവകാശമുണ്ട്. മോൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് വെറുതെ ഡോക്ടർ പറയില്ലല്ലോ. അവളെ സ്ഥിരമായിട്ട് നോക്കുന്ന ആളാണ് ഡോക്ടർ നന്ദന. മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് എന്റെ തീരുമാനമെങ്കിലോ? അത് റിസ്ക് ആണ്. അങ്ങനെ നിലയെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഈ ഉത്തരവാദിത്വം നിഖില് നേരത്തെ കാണിച്ചില്ലല്ലോ. കാര്യമൊക്കെ കാര്യമാ. സമ്മതപത്രത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. രവിശങ്കർ, വാശിയും ദേഷ്യവും കാണിക്കേണ്ട സമയമല്ലത്. നമ്മൾ നിൽക്കുന്ന ആശുപത്രിയിലാണ്. ഇവിടെ ഡോക്ടറുടെ വാക്കിനാണ് വില. നിങ്ങളേക്ക് ഓപ്പറേഷൻ കൂടിയേ തീരുമെന്ന് ഡോക്ടർ നിർബന്ധമായി പറഞ്ഞാൽ നിഖിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കും. ഞാനാ പറയുന്നത്. പിന്നെ രാവിലെ നല്ല വാർത്തയാണ്. നിലയെ കുറച്ചു കഴിയുമ്പോ ഡിസ്ചാർജ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല. കുഞ്ഞോ? കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല. ഓ, സമാധാനായി. എന്തായാലും നിലയും കുട്ടിയും ഒക്കെ ആണല്ലോ. ഇന്നലെ തുടങ്ങിയ ടെൻഷനാ. പിന്നെ സാറിനെ ഒരാൾ വിളിച്ചിരുന്നു. ആര്? ബാബുജി. ആര്? ബാബുജി? 7Bയിലെ ബാബുജി. എന്നിട്ട് ഞാനെടുത്തു. സംസാരിച്ചോ? ആശുപത്രിയിലാണ്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ആരെ ഫോൺ എടുത്തെന്ന് ബാബുജി ചോദിച്ചോ? അപ്പോഴേക്കും ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ബാബുജിക്ക് മനസ്സിലായോ മീരെ ഫോൺ എടുത്തെന്ന്? മനസ്സിലാവാതിരിക്കാൻ എന്താ? ചോദിച്ചോ മീരയാണോന്ന്? ഞാൻ അപ്പോഴേക്ക് ഫോൺ കട്ട് ചെയ്തു. എന്താ? ഒന്നുമില്ല. ആ ഫോണിൽ നിന്ന് ഫോൺ മീരെ ഏൽപ്പിച്ചിട്ട് പോയത് മണ്ടത്തരായി. ബാബുജി എടുക്കുന്നില്ലല്ലോ. സോനയെ വിളിക്കാം. അരവിന്ദ് സാറോ? ഹലോ. ബാബുജി വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. എന്തു പറ്റി? ബാബുജി മയക്കമാണ്. എന്റെ ഫോണിലേക്ക് ബാബുജി വിളിച്ചിരുന്നു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തിനാ വിളിച്ചെന്നോ മറ്റോ? ഇല്ല. ആരാ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തെന്നോ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്താ സാർ? ഒന്നുമില്ല. ശരി. കുറച്ചേരം കിടന്നു. വേണ്ട, ചാരി ഇരുന്നാ മതി. ഈ ആശുപത്രിയിലെ കിടപ്പ് ഭയങ്കര കഷ്ട. അതിലും കഷ്ടമാണ് വരാന്തയിലെ കാത്തിരിപ്പ്. ഓരോ തവണയും റൂമിന്റെ വാതില് തുറക്കുമ്പോ നമ്മുടെ ആളിനെ പറ്റി എന്തെങ്കിലും വിവരം പറയുമെന്ന് വിചാരിക്കും. നേഴ്സിനോട് ചോദിച്ചാൽ പറയും ഡോക്ടറെ കാണാൻ. ഡോക്ടറെ കണ്ടു കിട്ടുകയില്ല. നീ വല്ലാതെ ഭയന്നുല്ലേ? ശരിക്കും മനസ്സറിഞ്ഞ് സകല ദൈവങ്ങളെയും വിളിച്ചുപോയി. നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് ഈ ഒരു സംഭവത്തോടെ മനസ്സിലായി. നിനക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഓർക്കാൻ വയ്യ എനിക്ക്. ആ ഒരു തിരിച്ചറിവുണ്ടാവാൻ എന്റെ ഒരു വീഴ്ചയും ഈ ആശുപത്രിവാസവും വേണ്ടി വന്നു. അങ്ങനെയല്ല.
വിമലക്ക് എന്നെക്കാളും കുഞ്ഞിന്റെ കാര്യത്തിലായിരുന്നു ടെൻഷൻ. എന്താന്നുള്ള നീ ഇല്ലെങ്കിൽ പിന്നെ ആരുണ്ടായിട്ടെന്താ? സത്യമാണോ? ആ, നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുക. ഇനി നിനക്കെന്നെ ഏത് കാര്യത്തിലും വിശ്വസിക്കാം. പറഞ്ഞു കേട്ടിട്ടുണ്ട്, വല്ലാതങ്ങ് അഹങ്കാരം തലയ്ക്ക് പിടിക്കുന്നവരെ ആശുപത്രിയിലെ ക്യാൻസർ വാർഡിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി, എല്ലാ അഹങ്കാരവും അതോടെ ഇല്ലാതാവൂന്ന്. അത്ര പദ്ധതിക്കാണല്ലോ അവിടുത്തെ കാഴ്ചകൾ. കീമോയുടെ ഫലമായി മുടിയെല്ലാം കൊഴിഞ്ഞുപോയ കുഞ്ഞുങ്ങൾ, അതിവേദന അനുഭവിക്കുന്ന നിസ്സഹായർ. മതി നിഖിൽ. അതുപോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാത്തിരിപ്പ്. എനിക്ക് ശരിക്കും കുറ്റബോധം തോന്നുന്നു. എന്തിന്? നീ കാരണമല്ലല്ലോ. എന്റെ അശ്രദ്ധ കൊണ്ടല്ലേ കാല് വെഴുതി വീണത്. അതോർത്തിട്ടല്ല, ഞാൻ കാരണം നിനക്ക് എത്രയോ പ്രാവശ്യം ബുദ്ധിമുട്ടും നാണക്കേടും ഉണ്ടായി. പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങേണ്ടി വന്നില്ലേ? ഒരുപാട് മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇനി അതൊന്നും ഞാൻ ആവർത്തിക്കില്ല. വിശ്വസിക്കാമോ എനിക്ക്? 100% വിശ്വസിക്കാം. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. സത്യം. എന്താണ് സർ? നിങ്ങളുടെ ബാബുജി ഒന്ന് കാണാൻ വന്നതാ. ബാബുജിക്ക് നല്ല സുഖമില്ല. സാരമില്ല, എനിക്കൊരു 2 മിനിറ്റ് മതി. ബാബുജി മയക്കത്തിലാണ് സർ. എനിക്കൊന്ന് കാണാൻ പറ്റില്ലെന്നാണോ? സുഖമില്ലാത്തതുകൊണ്ടാണ് ശല്യപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞത്. ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്, ശല്യപ്പെടുത്തരുതെന്ന്. സർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഇത്രേ പറയാനുള്ളൂ. പരിധി വിട്ടുള്ള ഒരടുപ്പവും വേണ്ട. ഒരേ ഫ്ലോർ അല്ലല്ലോ നമ്മൾ. ഇവിടെ തന്നെ 7A ഇല്ലേ? അവിടെ ആളുണ്ടല്ലോ. അവരല്ലേ ഏറ്റവും അടുത്ത അയൽക്കാർ. അവരുമായി ബന്ധം സ്ഥാപിച്ചോളൂ. എന്തിനാണ് 6Bയിലേക്ക് വരുന്നത്? തുറന്നു പറയാലോ, നിങ്ങളുമായി പരിചയപ്പെട്ടതിൽ പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടായിട്ടില്ല. അതുകൊണ്ട് അധികം കോണ്ടാക്ട് വേണ്ട. അവിടുന്ന് നിഖിലായിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച അടുപ്പായതാണ്. ആ അടുപ്പ് അങ്ങോട്ടിനി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിനാ എന്റെ വൈഫിനെ നിങ്ങളുടെ ബാബുജി ഫോൺ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതൊന്നും വേണ്ട. സുഖമില്ലാത്ത ആളല്ലേ അദ്ദേഹം. ഒന്ന് വിളിച്ചെന്ന് വെച്ചാൽ അത് വലിയ തെറ്റാണോ? തെറ്റും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അസുഖത്തിന് ചികിത്സിക്കുന്നുണ്ടല്ലോ, മരുന്നുകളുമില്ലേ, അത് മതി. അല്ലാതെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവരുമായി അധികം ചെങ്ങാത്തൊന്നും വേണ്ട. അതൊന്ന് പറയാൻ വന്നത്. ശരി. നിലക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്കറിയേണ്ട കാര്യങ്ങളെല്ലാം വിമല പറഞ്ഞു തരുമോ? അയ്യോ, അത് നിഖിലിന്റെ ജോലിയല്ലയോ? ഈ സാമർത്ഥ്യം എപ്പോഴും കാണണം. ഇതെന്തു മര്യാദയാ? വെറുതെ വീട്ടിൽ കയറി വന്ന് ചൊറിയുന്നു. സത്യത്തിൽ നിലക്ക് എന്താ? വെറുതെ അല്ല, കാര്യമുണ്ട്. മീരാമ്മയ്ക്ക് ഒരു ഫുഡ് ഫെസ്റ്റിവലിൽ 1ാം സമ്മാനം കിട്ടിയ അന്നു മുതൽ വിമല അമ്മയെ ശത്രുവായിട്ടാ കാണുന്നത്. പലതവണ അമ്മയെ പരിഹസിക്കാനും അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചു. ഒരിക്കൽ ഞങ്ങളുടെ ഫ്ളാറ്റിൽ ആരോ ആണുങ്ങൾ കയറിയെന്ന് പറഞ്ഞ് സീനുണ്ടാക്കി. അതിനമ്മ അപ്പ തന്നെ മറുപടിയും തന്നു. അരവിന്ദ് സാറുമായിട്ട് കമ്പനി കൂടാനായി പിന്നെ അങ്ങോട്ട് നിങ്ങളുടെ ശ്രമം. അപ്പോഴാ സാറും മീരാമയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചത്. അതോടെ വിമലയ്ക്ക് അമ്മയോടും സാറിനോടും ശത്രുതയായി. എന്തിനാ ഇങ്ങനെ കള്ളക്കഥകളൊക്കെ പറയുന്നേ? അപ്പൊ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതോ? അതും ഈ അടുത്ത സമയത്ത്. ചോക്ലേറ്റിൽ എന്തോ മരുന്ന് കലർത്തി എനിക്ക് തന്നതും കള്ളക്കഥയാണോ? രാഗിണി പറഞ്ഞ നോണയാ അത്. എന്നാ രാഗിണിയെ കൊണ്ട് സത്യം പറയിക്കട്ടെ. ഞാൻ ഇപ്പൊ വിളിക്കട്ടെ, പോലീസിലും വിവരം അറിയിക്കട്ടെ.
എന്നാ ഒരു കാര്യം ചെയ്യും, എന്നെ അങ്ങ് കുരിശിക്കയറ്റ്, മുൾക്കിരീടം വയ്ക്ക്. അങ്ങനെ ചെയ്യേണ്ടതാണ്. എത്ര ക്ഷമിച്ചാലും നിങ്ങൾ നിഖിലിന് ഇവിടെ മദ്യസൽക്കാരം നടത്തിയത് എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിഖിലിനെ ഞാൻ ക്ഷണിച്ചു വരുത്തിയതല്ല, അയാൾ എന്റെ അടുത്ത് വന്നതാ. ടെൻഷൻ മാറ്റാൻ കുറച്ചു സമയം ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്റെ ഉദയേട്ടൻ കൊണ്ടുവച്ചിരുന്ന കുപ്പിയെ ചോദിച്ചു വാങ്ങി കുടിച്ചതാ. ആണോ? അതാണോ സംഭവിച്ചത്? ഓ, അപ്പോ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഭാര്യയും ഭർത്താവും കൂടി കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്ക. വെറുതെ ആരും ആരെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. നിഖിലേ, ഭാര്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തതിന് എന്റെ മുന്നിൽ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. കഷ്ടം. നിഖിലിന്റെ കള്ളത്തരങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയ താലി പൊട്ടിച്ച് നിന്റെ മുഖത്തെറിഞ്ഞിട്ട് ഈ നിമിഷം നിലവിളുടെ പാട്ടിന് പോവും. കാണണം നിനക്ക്. അതിന് വിമല മെനക്കെടണ്ട. എന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റുകളും നിളയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നെ മനസ്സിലാക്കാൻ നിളയ്ക്ക് കഴിഞ്ഞു. പക്ഷെ വിമല പലതിനും സമാധാനം പറയാൻ കഴിയാതെ നക്ഷത്രമാണ്. പ്രിൻസിനെ ഫ്ളാറ്റിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതിനും എല്ലാത്തിനും. എന്താ എന്താ കള്ളുടിച്ചിട്ട് വീട്ടുകാർ വന്ന് അനാവശ്യം പറഞ്ഞല്ലേ? ദേ, അധികം ഒന്ന് തിളക്കണ്ട. നിന്നെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ, നീ വിരൽ ചൂണ്ടി ഈ കയ്യിൽ വിലങ്ങ് വീഴാൻ ഒരു ഫോൺ കോൾ മതി. അതോർത്തോ. ആ അച്ഛാ, ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. മങ്കൊമ്പിൽ എത്തിയോ? എത്തി. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? മഹാദേവൻ ചിറ്റപ്പനോ മറ്റോ? ഇല്ല, വേറെ താഴിട്ട് അവൻ വീട് പൂട്ടിയിരുന്നു. ഞാനത് തകർത്തിട്ട് അകത്ത് കയറി. അതിന്റെ പേരിൽ അവൻ പോലീസിൽ പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട്. പൂട്ട് തകർത്ത് അകത്ത് കയറിയെന്ന് കാണിച്ച്. അതിനു മുമ്പ് ഞാനൊരു പരാതി കൊടുക്കാൻ പോവുക. എന്റെ സ്വത്ത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു മുൻകൂർ പരാതി. പ്രശ്നമാവോ? ആകുന്നെങ്കിൽ ആവട്ടെ. ന്യായം നമ്മുടെ ഭാഗത്തല്ലേ. മഹാദേവൻ എന്തെങ്കിലും ഓഹരി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇനി അതില്ല. അച്ഛന് ആഹാരമൊക്കെ എങ്ങനെയാ? പുറത്തുനിന്ന് വാങ്ങിക്കും. ഫോൺ ചെയ്ത് പറഞ്ഞ വീട്ടിൽ ഫുഡ് എത്തിക്കുന്ന പരിപാടി എവിടെയോ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം. ഊരി അരിയിട്ട് വാർത്തു വെച്ച എനിക്ക് ധാരാളമായി. പണ്ട് പട്ടാളത്തിലുണ്ടായിരുന്നപ്പോഴത്തെ പാചക പരീക്ഷണങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മതിയല്ലോ. ഞാൻ അച്ഛന്റെ മുറി കയറി നോക്കി. കുപ്പി കൊണ്ടുപോയിട്ടുണ്ടല്ലേ? ഏത് കുപ്പി? ഒറ്റയ്ക്കേ ഉള്ളൂന്ന് കരുതി ഒരുപാടൊന്നും എടുത്ത് കഴിച്ചുകളല്ലേ? ഞാനോ? അതിന് വേറെ ആളെ നോക്കണം. രാത്രി ഉറങ്ങാൻ വേണ്ടി ഒരൗൺസ് ബസ്, അത്രേ ഉള്ളൂ. ഞാനില്ലെന്ന് കരുതി രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്താൻ മറക്കരുത്. ഇല്ല അച്ഛാ. പിന്നെ മീരേ. എന്താ അച്ഛാ? മുകുന്ദനും നീയും നിഖിലും അവന്റെ പെണ്ണും കൂടി താമസിക്കേണ്ട വീടായത്. ഞാനിവിടെ ഒറ്റയ്ക്കല്ല. എന്റെ മോന്റെ സാമീപ്യം എനിക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. അവൻ ഓടിക്കളിച്ച വരാന്ത, അവൻ വളർന്ന മുറികൾ. ഹലോ, ഒന്ന് മുകളിലേക്ക് വരാമോ നിഖിൽ? ഞാനൊന്ന് പുറത്തു ഇറങ്ങുമായിരുന്നു. വൈകുന്നേരം വരാം. അയ്യോ, ഇപ്പൊ ഒന്ന് വരാൻ പറ്റുമോ? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ബാബുജിയുടെ ഒരു കാര്യമാണ്. ശരിയെന്നാ, ഞാൻ വരാം. വരുവോ? ബാബുജിയുടെ കാര്യമെന്ന് പറഞ്ഞപ്പോ ഉടൻ വരാന്ന്. എനിക്ക് പക്ഷെ ചെറിയൊരു ടെൻഷനുണ്ട്. നിഖില് വരട്ടെ.
ഞങ്ങക്ക് നിഖിലിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ബാബുജിക്ക് ചെറിയൊരു ഓർമ്മ പെശക് പോലെ. എന്തുപറ്റി? തലയടിച്ചൊന്ന് വീണു. അതിനുശേഷം പലതും ബാബുജി ഓർക്കുന്നില്ല. ബാബുജിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായി, പക്ഷെ ഡോക്ടറെ തിരിച്ചറിയുന്നില്ല. നിഖിൽ ബാബുജിയുടെ അടുത്തേക്ക് ചെല്ല, സാധാരണ പോലെ പെരുമാറ. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്നെ എന്തായാലും തിരിച്ചറിയാതിരിക്കില്ല. ആ, അതാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് സന്തോഷമായോ എന്നുള്ള ഡോക്ടറുടെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? ബാബുജിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ഞാൻ സന്തോഷിക്കുന്ന എന്തിനാ? അതെന്തിനാ അങ്ങനെ ഒരു ചോദ്യം? അരവിന്ദരാജ് മുൻപ് എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം എന്തായിരുന്നു എന്ന് താങ്കൾക്ക് ഇപ്പൊ പറയാൻ പറ്റുമോ? എങ്കിൽ കേക്കട്ടെ, എന്നിട്ട് ഞാൻ എന്റെ മറുപടി പറയാം. ഒരു ചെക്കപ്പ് എന്ന നാട്യത്തിൽ രാജ എന്റെ കൺസൾട്ടിംഗ് റൂമിൽ വന്നു. എന്റെ ചികിത്സ കൊണ്ട് ബാബുജിയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമോ എന്നറിയാൻ. പിന്നീട് വന്നത് ആ മനുഷ്യനെ എവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഐഡിയ ആയിട്ടാ. ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഫ്ളാറ്റ് വാങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളത് പറഞ്ഞു. ബാബുജി ഉൾപ്പെടെയല്ലോ. നിങ്ങളുടെ പേരിലായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ അദ്ദേഹത്തെ താമസിപ്പിക്കാനും പോകുന്നില്ലല്ലോ. ഫലത്തിൽ ബാബുജി ഒഴിഞ്ഞു പോണം. മറ്റൊരാവശ്യം, ബാബുജി തന്റെ ഭാര്യയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാ. അതിനിപ്പോ എന്താ പ്രശ്നം? പ്രായവും പക്വതയൊക്കെയുള്ള ആളല്ല നമ്മളെല്ലാവരും. എനിക്കത് ഇഷ്ടമല്ല. നോക്കൂ ഡോക്ടർ, എന്റെ വൈഫിന് ആരൊക്കെ ഫോൺ ചെയ്യണമെന്നുള്ളതും സംസാരിക്കണമെന്നുള്ളതും തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. ഓക്കെ ഓക്കെ, ഒരു തർക്കത്തിന് ഞാനില്ല. അഥവാ തർക്കിച്ചാലും ഐ ഡോണ്ട് കെയർ. കാരണം അത് എന്റെ പ്രൈവസിയാണ്, കുടുംബ വിഷയമാണ്. മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായും ആ ഏരിയയിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള സാമാന്യ മര്യാദ എനിക്കുണ്ട്. ഇത്രയും സംസാരിച്ചതേ എന്റെ പേഷ്യന്റ് ഉൾപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ്. ഇറ്റ്സ് ഓക്കെ, നമ്മള് സംസാരിച്ചിടത്തേക്ക് തന്നെ തിരിച്ചു വരാം. ബാബുജിയുടെ മൈൻഡിൽ എന്നോ ചിതറിപ്പോയ ഓർമ്മകളുടെ ഒരു നൂലിഴകളെ പറക്കിച്ചേർത്ത് ഇഴയൊപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു ഞാൻ. അത് വീണ്ടും ചിതറിപ്പോയാലോ എന്നൊരു ആശങ്കയിൽ നിൽക്കുക. അപ്പോഴാണ് താങ്കളുടെ മുഖത്തൊരു ആശ്വാസത്തിന്റെ റിയാക്ഷൻ ഞാൻ കണ്ടത്. അത് ഡോക്ടറുടെ വെറും തോന്നൽ മാത്രമാണ്. ശരി, വൺ മോർ തിങ് ഐ വാണ്ട് ടു നോ ഫ്രം യു. ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അരവിന്ദ് രാജെ എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരണം. ബാബുജിയെ നിങ്ങൾക്ക് മുൻ പരിചയമുണ്ടോ? ആ മനുഷ്യൻ ആരാണെന്നും അയാളുടെ പൂർവ്വകാലം എന്തായിരുന്നു എന്നും നിങ്ങൾക്കറിയാവോ? പറയണം. ഇല്ല, അറിയില്ല. ഡോക്ടറുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി എന്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം തരണം. ബാബുജി ശരിക്കും ആരാണെന്ന് ഡോക്ടർ നമ്പീശൻ അറിയൂ? ടെൽ മീ, അറിയാമോ? അറിയാം, എനിക്കറിയാം. പറയാൻ ഞാൻ. ആരെ? എന്റെ പേഷ്യന്റ്, പേര് ബാബുജി, വന്നത് ഡൽഹിന്ന്. അത്രയും അറിയാം. അതേ അറിയൂ. ആസ് എ ഡോക്ടർ അത്രയും അറിഞ്ഞാൽ മതി എനിക്ക്.
ഡൽഹിയിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ, ഇത്തരം കേസുകളില് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്നാണ് ഡോക്ടർ അശോക് പറയുന്നത്. എനിക്കും അതറിയാം. പക്ഷേ ഞാൻ നിരാശനാണ്. മുകുന്ദന്റെ രോഗത്തിന് കാലനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം എന്റെ പേഷ്യന്റ് ആകുന്നത്. മറവി രോഗം ബാധിച്ച ഒരാൾ ഇത്രയും ദീർഘമായ ഒരു കാലത്ത് ജീവിച്ചിരുന്നിട്ടേയില്ല. അപൂർവമായിട്ടുള്ള ഒരു കേസാണിത്. ഒരുപക്ഷെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ തിരിച്ചു കിട്ടിയിരുന്നോ എന്നറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. സോന വന്നിട്ട് 3 വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾ കടന്നുപോയി. പല ഡോക്ടർമാരും മുകുന്ദനെ ചികിത്സിച്ചു. കേസ് ഹിസ്റ്ററി പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല എനിക്ക്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇത്രയും ദീർഘമായ രോഗചരിത്രമുള്ള ഒരാളിനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഓർമ്മയുടെ തീരത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞാൻ ഏറെക്കുറെ വിജയിച്ചു. അല്ല, സോനയുടെ സപ്പോർട്ട് എന്നെ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട്. മുകുന്ദന് ഓർമ്മശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അച്ഛന്റെയും മകന്റെയും ഭാര്യയുടെ ഒക്കെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞതും അവരെയൊക്കെ കാണാൻ ശ്രമിച്ചതും കുറെ ടെൻഷൻ ഉണ്ടാക്കി എന്നുള്ളത് നേരാ. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വരികയായിരുന്നു ഞാൻ. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുക. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? വ്യക്തമായിട്ടൊരു ഉത്തരം ഇപ്പൊ എന്റെ കയ്യിലില്ല. എന്തായാലും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വഴി അടഞ്ഞതുകൊണ്ട് യാത്ര അവസാനിപ്പിക്കുന്നുമില്ല. മറ്റൊരു വഴി തെളിഞ്ഞു വരും. അല്ലെങ്കിൽ പുതിയ വഴി വെട്ടിത്തെളിച്ചെടുക്കും. പിന്നോട്ടിനി യാത്രയില്ല. ഞാനൊരു കാര്യം തുറന്നു വെക്കട്ടെ. ബാബുജിയുടെ മറുപടിയും അത്തരത്തിലായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഭൂതകാലത്തിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകളെ തിരിച്ചുപിടിച്ച ബാബുജി വീണ്ടും മറവിയിലേക്ക് പോയിരിക്കുക. ഇപ്പോ നമുക്ക് ആ ഓർമ്മകളെ തിരിച്ചുപിടിക്കണ്ടേ? എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെന്താ ഉള്ളേ? ആഗ്രഹം. എന്താഗ്രഹം? മരിച്ചാ മതിയെന്നുള്ള ആഗ്രഹം. ബാബുജി, ജീവിക്കണമെന്ന് തോന്നുന്നില്ല. ജീവിതം ചക്രകസേരയിലായപ്പോഴും പ്രത്യാശ കൈവിടാത്തൊരു ബാബുജിയാണ് ഞാനിവിടെ തുടക്കത്തിൽ കാണുന്നത്. ഇപ്പൊ താങ്കൾ മാറി പറഞ്ഞിരിക്കുന്നു. അതൊരു നല്ല ലക്ഷണമല്ല, ശുഭസൂചകവുമല്ല. മനസ്സ് ഒന്ന് ഫ്രഷ് ആവണം. ഇടയ്ക്ക് ബാബുജിക്ക് ഗസൽ ഇഷ്ടമായിരുന്നല്ലോ. ഒരൽപ്പം ഹിന്ദുസ്ഥാനി കേട്ടാലോ? ബാബുജി തനിച്ചിരുന്ന് കേട്ടോളൂ, ഞങ്ങൾ മാറിത്തരാം. എന്തേ, അത് ഇഷ്ടപ്പെട്ടില്ല? എന്നാ വേറെ പാട്ട് വെച്ചുതരാം. വേണ്ട, എനിക്ക് കേൾക്കണ്ട. ബാബുജിക്ക് ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പൊ ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്കിരുന്നാ മതി, തനിച്ച് ഒരു മുറിയിൽ. വരൂ. പ്രവർത്തിച്ചതും പ്രയത്നിച്ചതും ഒക്കെ വെറുതെയായി. ഒരുതരം റിബൽ സ്വഭാവം ഇപ്പൊ ബാബുജിക്ക്. സോന ശ്രദ്ധിക്കണം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ബാബുജിക്ക് കോപം വരുന്ന ഒരു കാര്യവും ചെയ്യാനോ പറയാനോ പാടില്ല.
അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ മതി. ആ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മറവി നമുക്ക് മായ്ച്ചു കളയണം. ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കണം. ബാബുജി ഇത്രയും ചിരിക്കുന്നതും വർത്താനം പറയുന്നതും ഇപ്പൊ നിഖിലിനോട് മാത്രം. അത് കേൾക്കുമ്പോ ഒരു സന്തോഷം. അങ്കിളിനെ തിരിച്ചറിയാതിരുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു. വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നു? ആ, സുഖം. ആ, പിന്നെ ഒരു വിശേഷം വരുന്നുണ്ട്. എന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആദ്യത്തെ വിവാഹ വാർഷികം. ഒരു ഫംഗ്ഷനുണ്ട്, വരണം. നിഖിലിനറിയാലോ, ബാബുജി പുറത്തേക്കൊന്നും പോവാറില്ല. ഫംഗ്ഷനുകൾക്ക് പ്രത്യേകിച്ച് പോവാറില്ല. പക്ഷേ ഈ പരിപാടിക്ക് വന്നേ പറ്റൂ. കാരണമുണ്ട്. അങ്കിളാണ് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ്? യെസ്. അമ്മയുടെ വിവാഹ വാർഷികത്തിന് ചീഫ് ഗസ്റ്റായിട്ട് അങ്കിളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പിന്നൊരു കാര്യം, ഇതൊരു സർപ്രൈസാണ്. സമയമാവുമ്പോ അങ്കിള് ചടങ്ങിനെത്തുമ്പോൾ മാത്രമേ വീട്ടിലുള്ളവർ വിവരം അറിയൂ. അതുവരെ നമ്മൾ മൂന്നുപേരും മാത്രം അറിയുന്ന ഒരു രഹസ്യമായിരിക്കണം സംഗതി. അമ്മയും മുത്തശ്ശനെയും അങ്കിൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അന്ന് കാണാം. എന്നാണ് ഫംഗ്ഷൻ? ഈ വരുന്ന 9-ാം തീയതി. 9-ാം തീയതി. അപ്പോ ഒന്നുകൂടി പറയുകയാണ്, 9-ാം തീയതി നടക്കുന്ന അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വിശിഷ്ടാതിഥി ബാബുജി അങ്കിൾ. സംഭവം കോൺഫിഡൻഷ്യൽ ആയിരിക്കണേ. നിഖിൽ, മുത്തശ്ശന്റെ സെലക്ഷൻ കൊള്ളാല്ലേ? വൈറ്റ് കളർ ബാബുജി അങ്കിളിന് നല്ല ചേർച്ചയായിരിക്കും. മുത്തച്ഛനാണോ ഇത് അങ്കിളിന് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചത്? അല്ല, അമ്മയാ. ഞാൻ കുടിച്ചിട്ട് വരാം, ഇത് കുടിച്ചോ. മകന് വേണ്ടിയാണെന്നറിയാതെ അച്ഛൻ മകന് സമ്മാനിക്കാനായി വാങ്ങിയ ഷർട്ട് അത് ഭർത്താവിനുള്ള സമ്മാനമാണെന്നറിയാതെ അദ്ദേഹത്തിന് കൊടുക്കാൻ തന്റെ മകനെ ഏൽപ്പിക്കുന്ന അമ്മ കൊടുക്കുന്നത് അച്ഛന്റെ കൈകളിലേക്കാണെന്നറിയാതെ മകൻ തരുന്നത് മകനാണെന്നറിയാതെ അച്ഛൻ. മുത്തശ്ശന്റെ സെലക്ഷനാണ്. ഷർട്ട് ഇഷ്ടപ്പെട്ടോ? നാളെ ഈ ഷർട്ട് ഇട്ടോണ്ട് വേണം അങ്കിള് പ്രോഗ്രാമിന് വരാൻ. അങ്കിളിനെ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. സർപ്രൈസ് ആണേ. അവസാന നിമിഷം വരെ മറ്റാരും അറിയരുത്. നാളെ വെഡിങ് ആനിവേഴ്സറി പ്രോഗ്രാം കഴിഞ്ഞ് ഡൽഹിക്ക് പുറപ്പെടും. ഞങ്ങളെ കൂടാതെ ഒരാൾ കൂടി വരുന്നുണ്ട് ഡൽഹിക്ക്. അതാരാ? അത് പിന്നീട് അറിഞ്ഞാ മതി.
അങ്കിള് പോയിട്ട് തിരികെ വരണം. തീർച്ചയായും വരണം. ഞാൻ പോട്ടെ. ബീച്ചിൽ പോകാൻ ആഗ്രഹിച്ചപ്പോ മഴ. വേറൊരു ദിവസം പോവാലോ ബീച്ചില്. പക്ഷേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നാളെയല്ലേ. അതിനു മുമ്പ് അവിടെ പോയി സമയം ചെലവഴിക്കാൻ ഇനി അവസരമില്ലല്ലോ. സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ആളുകൾ എന്തിനാ ബീച്ചിൽ പോയിരിക്കുന്നത്? കടലൊരു പക്ഷേ മനുഷ്യജീവിതം പോലെ, മനുഷ്യ മനസ്സ് പോലെ ആയതുകൊണ്ടാവാം. ശാന്തം എന്നാൽ പ്രക്ഷുബ്ധം. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകയില്ല എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? അതൊന്ന് പാടിത്തരുവോ? ഇപ്പോഴോ? കടൽക്കരയിൽ വെച്ചായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. എങ്കിൽ മഴ നനഞ്ഞ് നമുക്ക് ബീച്ചിലോട്ട് പോയാലോ? എന്നിട്ട് വേണം തനിക്ക് പനി പിടിക്കാൻ. ഒരുമിച്ച് ഒരു തോണിയിൽ നമ്മൾ തുഴയാൻ തുടങ്ങിയിട്ട് നാളെ 1 വർഷം ആവുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോ മീരയ്ക്ക് എന്തു തോന്നുന്നു? 1 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല എന്നുള്ളതാ സത്യം. ശരിയാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്തവരാ നമ്മൾ രണ്ടാളും. ഒരുമിച്ചുള്ള ഈ യാത്ര ഇതുവരെ വിരസമായിരുന്നില്ല എനിക്ക്. മീരയ്ക്കോ? വിരസമായിരുന്നെങ്കിൽ ഈ ചോദ്യം കേൾക്കാൻ ഞാൻ നിന്ന് തരുമായിരുന്നോ? അത്രയും കേട്ടാ മതി. അധികം പ്രതീക്ഷകളില്ലാതെയാണ് ഞാനൊരു 2ാം വിവാഹത്തിന് സമ്മതം മൂളിയത്. അതിനർത്ഥം കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാണോ? ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റോ? കുറെ കൂടി പ്രതീക്ഷിക്കാമായിരുന്നു എന്നിപ്പോ തോന്നുന്നു. മീരയുടെ ഈ മറുപടി എനിക്കുള്ള വിലപ്പെട്ട സമ്മാനമാണ്. ഞാൻ പക്ഷേ തനിക്ക് വേണ്ടി ഒരു സമ്മാനം കണ്ടുവച്ചിട്ടുണ്ട്. അത് നാളെ തരൂ. മതി, എനിക്ക് തിരക്കൊന്നുമില്ല. എനിക്ക് മീരയുടെ വകയായി സമ്മാനമൊന്നുമില്ലേ? ഞാൻ എന്നെ തന്നെ സമ്മാനമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞതാണ്. എങ്കിൽ ആ സമ്മാനത്തിന്റെ മാറ്റ് എനിക്കൊന്ന് അറിയണം. ഇതുവരെയായിട്ടും അറിഞ്ഞില്ലേ? ഇതുവരെ അറിഞ്ഞതാണോ ശരിയെന്ന് ഒന്നുകൂടി അറിയണ്ടേ? ഇവിടെ വെച്ചെന്തായാലും അറിയണ്ട. വരൂ. യെസ്. ബാബുജി. നോ. മുകുന്ദൻ. മുകുന്ദൻ ഉണ്ണിത്താൻ. എല്ലാം എനിക്കറിയാം. എല്ലാവരെയും എനിക്കറിയാം. ഇരുപത്തിയേഴ് വർഷങ്ങൾ നിഴലും നിലാവും പോലെ മറവിയും ഓർമ്മയും തലച്ചോറിനെ ഭരിച്ചിരുന്ന നീണ്ട കാലഘട്ടം. ഇപ്പോ അവിടെ ഓർമ്മയുടെ നിലാവട്ടം മാത്രമാണ്. അച്ഛൻ, മീര,
എന്റെ മകൻ, അവന്റെ ഭാര്യ, അവൾക്ക് പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടി, എല്ലാരും ഉണ്ട് 6Bയില്. കയ്യെത്തും ദൂരത്തുള്ള അവരെ കൈനീട്ടി ഒന്ന് തൊടണം എനിക്ക്. എന്നെ കൈപിടിച്ച് നടത്തിയ അച്ഛൻ, എന്റെ ശ്വാസത്തിന്റെ ചൂടറിഞ്ഞ മീര, ഞാൻ ഓമനിച്ച് കൊതി തീരാത്ത എന്റെ കണ്ണനുണ്ണി നിഖിൽ, അവരെ അടുത്ത് നിന്ന് കാണണം എനിക്ക്, തൊടണം എനിക്ക്. പക്ഷെ മുകുന്ദ, അറിയാം, അതൊരു വലിയ പക്ഷിയാണെന്ന് എനിക്കറിയാം. എന്നാൽ അവരെ കൺമുന്നിൽ കണ്ടിട്ട് കാണാത്ത മട്ടിൽ ഞാൻ എങ്ങനെ തിരിച്ചു പോകും? പോകണമെന്ന് പറയാൻ ആർക്കാണ് അധികാരം? നിങ്ങൾക്കുണ്ടോ? എന്താ പേര്? വക്കച്ചൻ. സോന, അയ്യോ, ഇതൊന്നും വേണ്ട. ആംബുലൻസിൽ വന്ന സാറ് ഇപ്പോൾ കാറിൽ തിരിച്ചു പോകുന്നു. ആ സന്തോഷം മതി. വച്ചോളൂ. സാറ് പോയിട്ട് ഇനിയും വരുമല്ലോ. എന്നാ സാറേ വരുന്നേ?